ചെയ്യേണ്ട ഒരു കാര്യം, ഹൗ മച്ച് ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ വാട്ട് ഐ ഡു. ഇത് എഴുതി വെക്കാൻ പറ്റുമെന്ന് വരത്തില്ല, പക്ഷെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ഒന്ന് റിവൈസ് അടുത്ത ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ടാവും. എഴുതി വെക്കാൻ സാധിക്കുന്നവർ എഴുതി വെക്കുക. ഹൗ മച്ച് ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ വാട്ട് ഐ ഡു. ഞാൻ ചെയ്യുന്നതിൽ എത്രത്തോളം എനിക്ക് വിശ്വാസമുണ്ട്. ഇവിടെ ഇന്നർ മൈൻഡ് സെറ്റ് റെഡിയാക്കാൻ ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ, വിശ്വസിക്കുക. അതായത് ഞാൻ ചെയ്യുന്നതിന്റെ വാല്യൂ എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഔട്ട്കം എന്താണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി. ഇത് ഞാൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 1,00,000 ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഇത് ഒരാഴ്ച കൊണ്ട് ഈ 1,00,000 തിരിച്ചെടുക്കാനായിട്ടുള്ള അവസരമാണ് ഇവിടെ കമ്പനി കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവർ നമ്മുടെ കൂടെ അറിയാതെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ, അവരോട് അസോസിയേറ്റ് ചെയ്യാൻ പറയുമൊന്നും വേണ്ട, പക്ഷെ അവരിൽ നിന്ന് റെഫറൻസ് എടുക്കുമ്പോൾ, അവരറിയാതെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ട് 1,40,400 രൂപ കറക്റ്റ് ആയിട്ട് നമ്മൾ അവരുടെ കൂടെ ഒന്ന് നടക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഓടാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് മേടിച്ചു കൊടുക്കുന്ന എമൗണ്ട് 1,40,400 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഔട്ട്കം, ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഔട്ട്കം എന്താണ്? ഈ ഒരു 1,00,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കോട്ടേജിന് ഒരു ഇൻവെസ്റ്റർ ആവുകയാണ് ഞാൻ, അത്രത്തോളം വാല്യൂ എനിക്ക് ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പ്രശ്നം. സോ മനസ്സിലുള്ള ഒരു ആദ്യത്തെ നമ്മുടെ ഒരു പ്രശ്നമാണ് യു ഡോണ്ട് ബിലീവ്, അല്ലെങ്കിൽ യു ബിലീവ് യു ഡോണ്ട് ഡിസേർവ് എനി റെഫറൽ. റെഫറൻസ് എനിക്ക് അർഹതപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ നമ്മളെ റെഫർ ചെയ്യും, ആര് നമ്മളെ റെഫർ ചെയ്യും, എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആളുകൾ എന്തിനു നമ്മളെ റെഫർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളെ ആളുകൾ റെഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ 5 തരത്തിലുള്ള ആ ഒരു പെർഫോമൻസ് ഉണ്ട്. സോ ഒന്നാമത്തതാണ് ബാഡ്, രണ്ടാമത്തതാണ് ആവറേജ്, മൂന്നാമത്താണ് ഗുഡ്, നാലാമത്താണ് ഗ്രേറ്റ്, അഞ്ചാമത്താണ് ഔട്ട്സ്റ്റാൻഡിങ്. ഇവിടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ബാഡ് ആയിട്ടുള്ള ഒരാളെ ആരും റെഫർ ചെയ്യില്ല, അല്ലെ? അവിടെ ബാഡ് പെർഫോമൻസ് കാണിക്കുന്ന ഒരാളെയും ആരും റെഫർ ചെയ്യില്ല. ആവറേജ് പെർഫോമൻസ് കാണിക്കുന്നവരെ റെഫർ ചെയ്യില്ല. ഗുഡ് ആയിട്ടുള്ളവരെ റെഫർ ചെയ്യില്ല. പക്ഷെ അവിടെ ഗ്രേറ്റ് ആയിട്ടുള്ളവരെ കുറച്ചു പേർ റെഫർ ചെയ്യും, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളവരെ കുറെ പേർ റെഫർ ചെയ്യും. സോ അതുകൊണ്ട് ഈ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളവരെ ആവുക എന്നുള്ളതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അപ്പോൾ അവിടെ സാറ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ എന്ത് കാര്യമാണോ സ്നേഹത്തോടെ സന്തോഷത്തോടെ ചെയ്യുന്നത്, നമ്മൾ ഡു വാട്ട് യു ഡു സോ വെൽ, ഏറ്റവും നന്നായി ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെ ഉള്ളവനും അത് ചെയ്യാനായിട്ട്, അത് കാണാനായിട്ട് അവർ നമ്മുടെ കൂടെ കൂടും എന്നുള്ളത് കഴിഞ്ഞ ദിവസം സാറ് നമ്മളെ പഠിപ്പിച്ചു. സോ ഡു വാട്ട് യു ഡു സോ വെൽ that they will want to see it again and bring their friends. നിങ്ങൾ ചെയ്ത്, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് നിഷാദ് സാർ ക്ലോസ് ചെയ്യുന്ന രീതി, നിഷാദ് സാർ സംസാരിക്കുന്ന രീതി, അത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഇത് നമ്മൾ പിന്നെയും പിന്നെയും കാണും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഉള്ളവരെ വിളിച്ചുകൊണ്ട് വരും. അതാണ് പറയുന്നത്, സാറ് ചെയ്യുന്ന ആ കാര്യങ്ങൾ സാർ ഇഷ്ടത്തോടെ ഏറ്റവും മനോഹരമായിട്ട് സാറിന്റെ പീക്കിൽ നിന്നാണ് സാറ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ, ഇത് കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി നമ്മൾ ആ പ്രോഗ്രാമിലേക്ക് എത്തുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഉള്ളവരെ ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ MD, ഇതാണ് ഞങ്ങളുടെ ഔട്ട്സ്റ്റാൻഡിങ് MD എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയി മാറുക എന്നുള്ളതാണ് നമ്മളുടെ കൂടെ ഉള്ളവരുടെ റെഫറൻസ് കിട്ടാനായിട്ട് നമുക്കുള്ള ഒരു വഴി. സോ നമ്മൾ ഓരോരുത്തരും ലീഡേഴ്സ് ആണ്. അവിടെയാണ് നമ്മൾ പഠിച്ചത് മാനേജേഴ്സ് ആവണം, അല്ലെ? സോ പ്രെഡിക്ട് ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന മാനേജേഴ്സ് ആവണം. ലൂസേഴ്സ് ആവരുത്, ഡൂവേഴ്സ് ആവരുത്, പ്ലേയേഴ്സ് ആവരുത്, ലീഡേഴ്സ് ആവരുത്, ഓപ്പറേറ്റേഴ്സ് ആവരുത്, മാനേജേഴ്സ് ആവണം. ആദ്യമായി കയറുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ മാനേജർ എന്ന് പറഞ്ഞാൽ പ്രെഡിക്ട് ദ ഫ്യൂച്ചർ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമറായി മാറുമ്പോഴാണ് നമുക്ക് ആ ഒരു റെഫറൽ കിട്ടാൻ ഉള്ളവരായി നമ്മളുടെ മൈൻഡ് സെറ്റ് തന്നെ നമ്മൾ അംഗീകരിക്കുന്നത്. സോ അതുകൊണ്ട് ബിലീവ് ദാറ്റ് യു ഡിസേർവ് റെഫറൽ. നിങ്ങൾക്ക് റെഫറൽ അർഹതപ്പെട്ടതാണ് എന്നുള്ളത് വിശ്വസിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സോ റെഫറൽ കിട്ടാത്തതിന്റെ ആദ്യത്തെ കാരണം, ഇത് കിട്ടാൻ കാരണം, അല്ലെങ്കിൽ ഇത് കിട്ടാൻ എനിക്ക് അർഹതയുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് എത്താത്തതാണ്. രണ്ടാമത്തെ കാരണമാണ് യു ഡോണ്ട് ആസ്ക് ഫോർ റെഫറൽ. നമ്മുടെ കൂടെ ഒരു കസ്റ്റമർ ജോയിൻ ചെയ്തു. ഈ ജോയിൻ ചെയ്തതിനു ശേഷം അവരോട് ഒരു റെഫറൽ ചോദിക്കാൻ ചില സമയത്ത് നമ്മൾ മടിക്കും. എന്തുകൊണ്ടാണ് എന്നുള്ളത് ചോദിച്ചാൽ, യു ആർ അഫ്രൈഡ്. അതായത് നിങ്ങൾക്ക് പേടിയാണ്. എന്തിലൊക്കെയാണ് പേടി? ഇനഫ് വാല്യൂ, അതായത് ആവശ്യത്തിനുള്ള വാല്യൂ ഇത് കൊടുക്കുന്നുണ്ടോ, ഈ ഒരു പ്രൊജക്ടിന് അത്രത്തോളം വാല്യൂ ഉണ്ടോ. ദെൻ ഹേർട്ട് ദ റിലേഷൻഷിപ്പ്. ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ, എന്റെ എത്രയും അടുത്തൊരു കൂട്ടുകാരനാണിത്, അല്ലെങ്കിൽ ഞാൻ ആ റെഫറൽ ചോദിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തി എന്നോട് ഇനി മിണ്ടാതിരിക്കുവോ, ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ, ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് നഷ്ടാവോ എന്നുള്ളൊരു ചിന്തയാണ്
അടുത്ത പേടി. മൂന്നാമത്തതാണ് അൺപ്രൊഫഷണൽ. ഞാനിപ്പോൾ ഇത്രയും നല്ലൊരു സ്റ്റാറ്റസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ റെഫറൽ ചോദിച്ചാൽ ഇത് അൺപ്രൊഫഷണലിസം ആകുമോ, ഞാൻ ലോക്കൽ ആകുമോ എന്നുള്ള ഒരു ചിന്തയാണ് അടുത്തത്. അതിനോടൊപ്പം തന്നെ നീഡി, അവനിത് ആവശ്യമുണ്ടോ, ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചിന്തയാണ് അടുത്തത്. ഓ, അവന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്തയാണ് അടുത്ത ഒരു പേടിയിലേക്ക് നയിക്കുന്നത്. ദെൻ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്നതാണ് ഹൗ ടു ആസ്ക്, എങ്ങനെ ഞാൻ ചോദിക്കും. സോ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ, എങ്ങനെ ഞാൻ ചോദിക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ എന്താണ്, ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഓൾ ദീസ് ആർ അസംഷൻസ്. നമ്മളൊന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ പപ്പ എന്നെ പഠിപ്പിച്ച കാര്യമാണ്, എന്താണോ നീ പേടിക്കുന്നത് അത് നീ ചെയ്യുക. അപ്പോൾ ഇവിടെ പേടിയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതൊന്ന് ചെയ്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അപ്പോൾ പേടിയാണെങ്കിൽ ആ പേടിക്കുന്ന കാര്യം ചെയ്യുമ്പോൾ ആ പേടി വിട്ട് മാറുകയും ചെയ്യും, അവിടെ വലിയ ഒരു സക്സസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ആദ്യ സമയത്ത് എന്നോട് പപ്പ പറഞ്ഞു, നീ പേടിക്കുന്ന കാര്യം നീ ചെയ്യാൻ പറഞ്ഞപ്പോൾ പേടിക്കുന്ന കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ന് സംസാരിക്കാൻ യാതൊരു വിധത്തിലുള്ള പേടിയും ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ സാധിക്കും. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണോ പേടിക്കുന്നത് അത് ചെയ്യുക. യു ആർ അഫ്രൈഡ് ഓഫ് ഇനഫ് വാല്യൂ ഉണ്ടോ, ഹേർട്ട് ദ റിലേഷൻഷിപ്പിനെ ഞാൻ ഹേർട്ട് ചെയ്യുവോ, അൺപ്രൊഫഷണൽ ആണോ, നീഡി ഉണ്ടോ, അവർക്ക് ആവശ്യമുണ്ടാവോ, എങ്ങനെ ഞാൻ ചോദിക്കും എന്നുള്ള ചിന്തകളാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും കസ്റ്റമർ ചിന്തിക്കുന്നതല്ല, ഇതൊക്കെ നിങ്ങളുടെ അനുമാനങ്ങളാണ്, നമ്മളുടെ മനസ്സിലുള്ള അനുമാനങ്ങളാണ്. സോ അതുകൊണ്ട് ഇതിനെയൊക്കെ മാറ്റിക്കൊണ്ട് അവിടെ ആസ്കിങ്, അതായത് ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. സോ യു വിൽ നോട്ട് ഗെറ്റ് റെഫറൽ വിത്തൗട്ട് ആസ്കിങ്. നിങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് റെഫറൽ കിട്ടില്ല. അവരിത് മേടിച്ച് അവർ സ്വന്തമാക്കി ഇരിക്കത്തുള്ളൂ. ചിലർ, വളരെ കുറച്ച് പേർ, 1% or 2% ആളുകളാണ് ഞാൻ ഇങ്ങനെ ഒരാളുണ്ട് ഞാൻ കൊടുക്കാം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങോട്ട് നമ്മൾ ചോദിച്ചെങ്കിൽ മാത്രമേ റെഫറൽ മെക്കാനിസം അത് കറക്റ്റ് ആയിട്ട് വളരൂ. അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സോ രണ്ടാമത്തെ കാര്യം, നമുക്ക് പേടി ആയതുകൊണ്ട് നമ്മൾ അത് ചോദിക്കുന്നില്ല. അപ്പോൾ യു ഡോണ്ട് ആസ്ക് ഫോർ റെഫറൽ. രണ്ടാമത്തെ ആ ഒരു റെഫറൽ കിട്ടാത്തതിന്റെ കാരണമാണ് നമ്മൾ റെഫറൽസിനെ പറ്റി ചോദിക്കുന്നില്ല. ദെൻ മൂന്നാമത്തതാണ്, യു തിങ്ക് ഡൂയിങ് എ ഗുഡ് ജോബ് ഈസ് ഇനഫ്. അതായത് ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഞാനൊരു പ്രൊജക്ട് സ്വന്തമാക്കി, ഓക്കെ, ഞാനൊരു ജോലിയും ചെയ്യുന്നുണ്ട്, ഇനി റെഫറൽസിന്റെ ഒക്കെ പിന്നാലെ പോണോ എന്നുള്ള ഒരു ചിന്ത. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജോലി എന്ന് പറയുന്നതിലൂടെ കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ ഇൻകം ആണ്, അതായത് വരുമാനം. പക്ഷെ അവിടെ കൊടുക്കേണ്ട ഒന്നുണ്ട്, ടൈം ആൻഡ് എനർജി. സമയവും എനർജിയും ഉള്ളപ്പോഴാണ് ഈ വരുമാനം കിട്ടുന്നത്. പക്ഷെ അവിടെ ഒരു ക്ലോസ് ഉണ്ട്, സമയവും എനർജിയും കൊടുക്കാൻ ഇല്ലാത്തപ്പോൾ നമുക്ക് വരുമാനവും കിട്ടില്ല എന്നുള്ള ഒരു ക്ലോസ് അവിടെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്, നമ്മൾ നമ്മളോട് തന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അവിടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കണം. ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ അല്ലെങ്കിൽ മണി ആൻഡ് സ്കിൽ, മറ്റൊരാളെ പണം കൊടുത്ത് മേടിക്കുന്നവരാണ് ഈ ഒരു ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പണവും സ്കില്ലും, പണം പോലും ഇവിടെ വേണ്ട, കാരണം പണം ഇറക്കാൻ ഇവിടെ ആരുണ്ട്, കമ്പനിയുണ്ട്. പണവും സ്കില്ലും അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ, കഴിവ് നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ലിവറേജ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ടൈം ആൻഡ് എനർജി ഇവിടെ ആവശ്യമില്ല. അപ്പോൾ അവിടെ ഓൺടർപ്രണേഴ്സ് ആവുമ്പോഴേക്കും അവിടെ നമുക്ക് ലിവറേജ് കിട്ടും. ദെൻ ഓരോ വ്യക്തികളുടെയും ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മികച്ച ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്ററായി മാറുക എന്നുള്ള, ആ ഫ്രീഡം അനുഭവിക്കുക എന്നുള്ളത്, സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റെഫറൽ. സോ യു തിങ്ക് ഡൂയിങ് എ ഗുഡ് ജോബ് ഈസ് ഇനഫ്. ഒരു ചെറിയ ജോബ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ജോലി ഉണ്ട്, അത് മതി എന്നുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത്. ഇൻവെസ്റ്റേഴ്സിലേക്കുള്ള യാത്ര തുടങ്ങാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ റെഫറൽസ് പറയാനായിട്ട് സാധിക്കൂ. അതിനോടൊപ്പം തന്നെ നാലാമതാണ്, യു ഡോണ്ട് ടീച്ച് യുവർ ക്ലയൻസിനെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇവിടെ നിഷാദ് സാർ എന്താ ചെയ്യുന്നത്, നമ്മൾ ഓരോരുത്തരും സാറിന്റെ ക്ലയൻസ് തന്നെയാണ്, അല്ലെ? ഒരിക്കലും ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മേടിച്ച് വന്നവർ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഓരോ പ്രാവശ്യവും അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ ആരെ ചെയ്യണം, നമ്മുടെ ക്ലയൻസിനെ ചെയ്യണം. സോ ക്ലയൻസിനെ പഠിപ്പിക്കുമ്പോഴാണ് എന്താണ് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് പഠിപ്പിക്കുമ്പോഴാണ് അവിടെ റിസൾട്ട് കിട്ടുന്നത്. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, പെർഫെക്റ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്, ഇംപെർഫെക്റ്റ് കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളുടെ ഒരു പ്രൊജക്ട് കേട്ട് കഴിഞ്ഞ ഉടനെ ഓടിപ്പോയി എല്ലാവരോടും കാർഡടിച്ച് വെടിവെക്കരുത്. സാറ് നമ്മളോട് പറഞ്ഞു, വേർഡ് ഓഫ് മൗത്ത് അല്ല നമുക്ക് വേണ്ടത്. അവിടെ സെലക്റ്റീവ് ആയിട്ട് പിക്ക് ചെയ്തുകൊണ്ട് ഓരോരുത്തരെയും സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചെങ്കിലേ പെർഫെക്റ്റ് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളവരെ, നമ്മളുടെ ക്ലയൻസിനെ ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, ഇതാണ് ചന്ദനത്തിന്റെ വില, നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന വരുമാനം ഇതാണ്
എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവിടെ റെഫറൻസ് കിട്ടത്തുള്ളൂ. സോ നാലാമത്തെ ഒരു കാരണമാണ് യു ഡോണ്ട് ടീച്ച് യുവർ ക്ലയൻസ്. ദെൻ അഞ്ചാമത്തതാണ് വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ. ഇങ്ങനെ റെഫർ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് പലരും റെഫർ ചെയ്യാത്തത്. സോ അതില് എന്ത് കിട്ടും, റെഫർ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് അവരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അതിനോടൊപ്പം തന്നെ ആറാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടോപ്പ് ഓഫ് ദ മൈൻഡ്. ഇവിടെ പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതായത് സ്വാഭാവികമായിട്ടും ഒരു പ്രൊജക്ട് പോയി പറഞ്ഞു, അവര് 5 ലക്ഷവും 1 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ഇടാൻ തയ്യാറാവും. പക്ഷേ അവർക്ക് ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നതിൽ ഒരു ഇടിച്ചു നിന്നിട്ട് ആ 10 ലക്ഷം കമ്മിറ്റ് ചെയ്ത് അല്ലെങ്കിൽ 5 ലക്ഷം കമ്മിറ്റ് ചെയ്തതിനു ശേഷം അവർ പിന്നിലേക്ക് മാറുന്നതായിട്ട് പലയിടത്തും കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ടോപ്പ് ഓഫ് ദ മൈൻഡ്. അതായത് നമ്മൾ കസ്റ്റമറിന്റെ ടോപ്പ് ഓഫ് ദ മൈൻഡിലല്ല. അവര് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ അവരെപ്പോഴും നമ്മളെ ഓർത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കസ്റ്റമറിന്റെ ടോപ്പ് ഓഫ് ദ മൈൻഡിൽ നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാവരും എന്തുകൊണ്ടാണ് നിഷാദ് സാറിനെ അവരുടെ മൈൻഡിന്റെ ടോപ്പ് ആയിട്ട് കാണുന്നത്? ഒരേ ഒരു കാരണമേ ഉള്ളൂ, സാറ് അത്രത്തോളം ട്രസ്റ്റ് വേർത്തി ആണെന്നുള്ളത് സാറ് തന്നെ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ, അതോറിറ്റി. നോട്ട് ബീങ് ക്വസ്റ്റ്യൻഡ് അബൌട്ട് യുവർ പൊസിഷൻ, വാല്യൂ ആൻഡ് റൂൾസ്. നിഷാദ് സാർ അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് ഇവിടെ അതോറിറ്റിയാണ്. അപ്പോൾ ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, സംഭവിക്കുന്ന കാര്യങ്ങളാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതും പ്രപഞ്ച ശക്തിയുടെ ഇടപെടലുകളും കാണാൻ നമുക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ടോപ്പ് ഓഫ് ദ മൈൻഡ് ആരാണ്? നമ്മുടെ മാനേജ്മെന്റ് ആണ്. സോ കസ്റ്റമറിന്റെ മനസ്സിൽ ടോപ്പ് ഓഫ് ദ മൈൻഡ് ആയി നിങ്ങൾ മാറിയില്ലെങ്കിൽ പല പിന്തിരിയലുകളും ഉണ്ടാവുന്നത് ആ ടോപ്പ് ഓഫ് ദ മൈൻഡ് അല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതിനോടൊപ്പം തന്നെ പല റെഫറൻസും കിട്ടാത്തത് ഈ ടോപ്പ് ഓഫ് ദ മൈൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. സോ അതുകൊണ്ട് കസ്റ്റമറിന്റെ ടോപ്പ് ഓഫ് ദ മൈൻഡ് ആവാനായിട്ട് നമുക്ക് സാധിക്കണം. തുടക്ക സമയത്ത് നിഷാദ് സാർ എന്ന് പറയുന്ന വ്യക്തി മുഴുവനായിട്ടും അപരിചിതനായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ മനസ്സിൽ നിഷാദ് സാർ എന്ന് പറയുന്നത് വികാരമാണല്ലേ. ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പറയുമ്പോൾ എന്ത് നമ്മൾ അനുസരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടോപ്പ് ഓഫ് ദ മൈൻഡ് ആക്കുക എന്നുള്ളതാണ്, കസ്റ്റമറിന്റെയും ടോപ്പ് ഓഫ് ദ മൈൻഡ് നമ്മളെ ആക്കുക, നമ്മുടെ മാനേജ്മെന്റിനെ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ കസ്റ്റമേഴ്സിന്റെ ടോപ്പ് ഓഫ് ദ മൈൻഡ് ആവാനായിട്ട് നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ അവിടെ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. സോ റെഫറൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് ടോപ്പ് ഓഫ് ദ മൈൻഡ്. ആൻഡ് ഓഫ് കോഴ്സ് റെഫറൽ ആസ്ക് ചെയ്യുക അല്ലെങ്കിൽ റെഫറലിന് വേണ്ടിയിട്ട് ചോദിക്കാത്തത്. അപ്പോൾ ഈ ഇത്രയും കാരണങ്ങൾ, 6 കാരണങ്ങൾ നമ്മൾ പഠിച്ചു. അടുത്ത ദിവസങ്ങളിൽ ഓരോന്നോരോന്നായി നമ്മൾ കീറി മുറിച്ച് സാറ് പറയുന്നത് പോലെ ഡബിൾ ലൂപ്പ് ലേണിങ്ങിലൂടെ നമ്മൾ പഠിക്കും. സോ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ടോപ്പ് ഓഫ് ദ മൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അവർ ചിന്തിക്കുമ്പോൾ നമ്മൾ റെഫറബിൾ ആണെന്ന് അവർക്ക് തോന്നിക്കൊണ്ട് ആ അത്രത്തോളം ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമർ ആയിട്ടുള്ള അതോറിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയായി നമ്മൾ മാറണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ മാനേജേഴ്സ് ആവണം. അങ്ങനെ മാനേജേഴ്സ് ആവണമെങ്കിൽ പാസീവ് ലേണർ അല്ല നമ്മൾ ആവേണ്ടത്, ആക്റ്റീവ് ലേണർ ആവണം. യു ഹാവ് ടു സേ ആൻഡ് യു ഹാവ് ടു ഡു ആൻഡ് ഓഫ് കോഴ്സ് ഡിസ്കഷനിലേക്ക് വരണം. സോ അതുകൊണ്ട് ആക്റ്റീവ് ലേണർ ആയിക്കൊണ്ട് ബുക്കും പേനയും എടുത്ത് എഴുതാൻ തയ്യാറാവുന്ന ആ ഒരു മനസ്സോടുകൂടെ വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കെനസ്തെറ്റിക്, കണ്ട് കേട്ട് തൊട്ടറിഞ്ഞ് അതിനെ പഠിക്കാനായിട്ട് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നിഷാദ് സാർ വരുമ്പോൾ പഠിക്കാനായിട്ട് തയ്യാറാവുക. സോ അതുകൊണ്ട് നമ്മുടെ സാറിനെ വിളിക്കാനുള്ള സമയമാണ്. നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ആ ഒരു ടോപ്പിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിത്വത്തെ വിളിക്കാനുള്ള സമയമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തന്നെ അതിനു മുമ്പായിട്ട് ഷിബി മാമിലേക്ക് കൈമാറുന്നതിന് മുമ്പായിട്ട്